പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ സർവസ്വവും പ്രധാനമായി നമുക്ക് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. അങ്ങനെ പ്രകാശത്തിലേക്ക് ഒരു തീർത്ഥ യാത്ര നമുക്ക് നടത്താം. ഇന്ന് ധനഹ തിരുനാളാണ്. തമ്പുരാൻ്റെ വലിയ ജ്ഞാനസ്നാനം അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് പ്രകാശമായി ലോകത്തിലേക്ക് അവിടുന്ന് ആഗതനാവുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം നമുക്കിന്ന് വിചിന്തന വിധേയമാക്കാം. നിങ്ങൾ അവിടുത്തെ നക്ഷത്രം കണ്ട് അവിടുത്തെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. പ്രകാശമാകുന്ന ഈശോയെയും അവൻ്റെ രാജ്യത്വത്തെയും കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, പുതുവർഷത്തിൻ്റെ 5 ദിനങ്ങൾ ഞങ്ങൾ പൂർത്തിയാക്കി 6-ാം ദിനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ജ്ഞാനികളെ പോലെ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളും ഇതാ വന്നണയുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ അങ്ങയെ ദർശിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുളടഞ്ഞ ഭാഗങ്ങളിൽ, വേദന നിറഞ്ഞ ഇടങ്ങളിലേക്ക്, ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത ഇടങ്ങളിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് അങ്ങയുടെ വെളിച്ചം നിറയ്ക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ വർഷം മുഴുവൻ ഞങ്ങളെ നയിക്കേണ്ട താരം അങ്ങയുടെ വചനമാവട്ടെ. വചനം അങ്ങ് തന്നെയാണല്ലോ. പ്രത്യാശയുടെ കവാടം ജൂബിലി വർഷത്തിൽ വലിയ സ്നേഹത്തോടുകൂടി സഭയിൽ തുറക്കപ്പെടുകയും ഇന്നേ ദിവസം ആ വർഷത്തിൻ്റെ പ്രത്യാശയുടെ വർഷത്തിൻ്റെ സമാപനം ആയിരിക്കുകയും ചെയ്യുമ്പോഴും യഥാർത്ഥ പ്രത്യാശയായ അങ്ങയുടെ സ്നേഹത്തിൽ, അങ്ങയുടെ കാരുണ്യത്തിൻ്റെ കവാടം എപ്പോഴും ഞങ്ങൾക്കായി തുറന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഈശോയെ, ആ വലിയ സ്നേഹത്തോടെ, വലിയ ദാഹത്തോടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളിതാ അണയുന്നു. പ്രിയ സഹോദരങ്ങളെ, ജ്ഞാനികൾ ഒരു അന്വേഷണത്തിൻ്റെ യാത്ര അവർ പുറപ്പെടുകയാണ്. ഈ പുതുവർഷത്തിൽ ജ്ഞാനികളെ പോലെ ക്ലേശകരമായ യാത്ര ചെയ്ത്
അവർ നേടിയെടുത്തത് ഈശോയെയാണ്. അങ്ങനെ കർത്താവിനെ കണ്ടെത്തുവാൻ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും, നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും, നമ്മുടെ ഓരോ ചിന്തയിലും, നമ്മുടെ ഓരോ മേഖലകളിലുമെല്ലാം അവിടെയെല്ലാം ഈശോയെ കണ്ടെത്തുവാനുള്ളൊരു അന്വേഷണം നടത്താൻ നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കുമോ? അതിന് നമ്മൾ സന്നദ്ധരാണോ ഇന്ന് തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ സുഖസൗകര്യങ്ങളൊക്കെ വിട്ട് ദൈവഹിതം തേടുവാൻ നമുക്ക് സാധിക്കണമെന്ന് തന്നെയാണ് ഈ വചനത്തിലൂടെ തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുക. അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ യാത്ര ആരംഭിക്കുമ്പോൾ, നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മളത് ആരംഭിക്കുമ്പോൾ, ഒരു വഴി കാട്ടുന്ന നക്ഷത്രം നമുക്ക് മുമ്പിൽ തെളിയും. ജ്ഞാനികൾക്ക് നക്ഷത്രം വഴികാട്ടിയായി, അതുപോലെ ഇത് നമ്മുടെ ജീവിതത്തിൽ സഭയും വചനവും കുദാശകളുമാണ് നമുക്ക് വഴികാട്ടിയാകുന്ന നക്ഷത്രങ്ങൾ. സഭയിൽ നിന്ന്, വചനത്തിൽ നിന്ന്, കുദാശകളിൽ നിന്നും കണ്ണെടുക്കാതെ യഥാർത്ഥ വെളിച്ചമായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് സഭയിലും വചനത്തിലും കുദാശകളിലും ആകുന്ന ആ വെളിച്ചത്തിൽ നിന്നും കണ്ണെടുക്കാതെ അതിലൂടെ മുന്നോട്ട് യാത്ര ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ യാത്രയിൽ വെറും കൈയോടെ നമുക്ക് യാത്ര ചെയ്യുക എളുപ്പമല്ല. ജ്ഞാനികൾ ഈശോയെ കാണാൻ വന്നപ്പോൾ കാഴ്ചകളുമായാണ് കടന്നു വന്നത്. അനുദിന വിശുദ്ധ ബലിയിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, ഈ ദീപികാരുണ്യ ആരാധനയിൽ നമ്മൾ കടന്നു വരുമ്പോൾ സമർപ്പിക്കുവാനുള്ള കാഴ്ചകൾ എന്താണ് എന്ന്, ഒരുപക്ഷെ നമ്മുടെ വേദനകളും സങ്കടങ്ങളും ഒക്കെ ആയിക്കൊള്ളട്ടെ, അതെല്ലാം നമുക്ക് സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ സഹനത്തിൻ്റെ, നമ്മൾ ക്ഷമിച്ചതിൻ്റെ, നമ്മൾ വിട്ടുകൊടുത്തതിൻ്റെ, അതുപോലെ ഈശോയെ, നമ്മുടെ സഹനങ്ങളിൽ നമ്മൾ ഈശോയെ കണ്ടെത്താൻ പരിശ്രമിച്ചതിൻ്റെ, മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കണ്ടെത്താൻ പരിശ്രമിച്ചതിൻ്റെയൊക്കെ ഫലങ്ങളാണ്. അങ്ങനെയുള്ള കാഴ്ചകൾ, പൊന്നും കുന്തിരിക്കവും ഏറെ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം. ഇന്ന് ഈ ദിവസത്തിൽ എന്ത് കാഴ്ചയാണ് ഈശോയ്ക്ക് ഞാൻ നൽകുന്നത്? അതോടൊപ്പം തന്നെ നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ സഹനങ്ങൾ എന്നിവയെല്ലാം അവിടുത്തെ മുമ്പിൽ നമുക്ക് കാഴ്ചയായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? സഭയിലെ മിഷണറിമാർക്ക് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളും അങ്ങയുടെ സുവിശേഷത്തിന് വെളിച്ചമെത്തിക്കാൻ അവർക്ക് ശക്തി നൽകുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ പ്രകാശമായി ഈശോയെ ഞങ്ങളെ നയിക്കണമേ എന്ന്. സത്യദൈവത്തെ അറിയാത്തവർക്കും ആത്മീയമായ അന്ധകാരത്തിൽ കഴിയുന്നവർക്കും അങ്ങേ കണ്ടെത്താൻ കൃപ നൽകുന്നതിനായി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഇടവകയിലെയും കുടുംബങ്ങളിലെയും രോഗികൾക്കും, അതുപോലെ പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്കും പ്രത്യാശയുടെ പ്രകാശം നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഇടവകയിലെയും കുടുംബങ്ങളിലെയും രോഗികളെയും പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും കൂടി തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രാജാതിരാജനായ ഈശോയെ, അങ്ങാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏക പ്രകാശം. ഈ പുതുവർഷത്തിൽ എൻ്റെ വഴികളെല്ലാം അവിടുത്തെ മുമ്പിൽ ഞാൻ തുറന്നു വയ്ക്കുന്നു. ജ്ഞാനികളെ പോലെ വിവേകത്തോടെ പ്രവർത്തിക്കാനും ഭക്തിയോടെ ആരാധിക്കുവാനും എളിയവരെയും ദരിദ്രരെയും സഹായിക്കുവാനും എന്നെ പ്രാപ്തനാക്കണമേ. എൻ്റെ ഹൃദയമാകുന്ന ആ വലിയ ആരാധനയുടെ ഇടങ്ങളിലേക്ക് ഈശോയെ നീ എന്ന് കടന്നു വന്ന് വാഴണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
വാഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.